ഒരു നാടെന്ന്, ഒരൊറ്റ സംസ്കാരമെന്ന്, ഒരു രാജ്യമെന്ന്, നമ്മൾ വൈവിധ്യങ്ങളായിരിക്കെ തന്നെ നമ്മൾ മനുഷ്യരെന്ന്, നമുക്കൊരു പൊതുമണ്ഡലമെന്ന്, അങ്ങനെ ഒരു കാഴ്ചപ്പാടേ മുമ്പുണ്ടായിരുന്നില്ല. ആരാണ് ഈ രാജ്യത്തെ ഐക്യപ്പെടുത്തിയത്? ആരാണ് ഈ രാജ്യത്തിനൊരു പൊതുമണ്ഡലം ഉണ്ടാക്കിയത്? ആരാണ് ഈ രാജ്യത്തെ സർവ്വ മനുഷ്യരും, അവരേത് വിശ്വാസമാണെങ്കിലും ആശയമാണെങ്കിലും രാഷ്ട്രീയമാണെങ്കിലും അവരെവിടെ ജനിച്ചാലും ഏത് ഭാഷ സംസാരിച്ചാലും അവർ മനുഷ്യരാണെന്ന കാഴ്ചപ്പാട് പഠിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാൻ കഴിയും, ചരിത്രത്തിൽ ഈ രാജ്യത്തേക്ക് കടന്നു വന്ന ഇസ്ലാം എന്നൊരു ആദർശമാണ്. മനുഷ്യനെന്നൊരു സങ്കല്പവും പരികൽപ്പനയും ഈ രാജ്യത്തിന് കൊണ്ടായിരുന്നില്ല. നമ്മുടെ എന്തെങ്കിലും മേന്മ കൊണ്ടായിരുന്നില്ല. ഈ പ്രസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്ന ഇസ്ലാം എന്നൊരാശയത്തിൻ്റെയും ആ ആദർശത്തിൻ്റെയും പിൻഫലത്തിലാണ് SIO കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഈ രാജ്യത്തിന് നൽകിയതെന്തോ അതെല്ലാം നൽകിയത്. ആ ആശയം തന്നെയാണ്, ആ ആദർശം തന്നെയാണ് ഈ പ്രസ്ഥാനത്തെ വർത്തമാനകാലത്തും കരുത്തുറ്റ പ്രസ്ഥാനമായി എഴുന്നേറ്റ് നിൽക്കുവാൻ, മുന്നോട്ടു പോകുവാൻ സഹായിക്കുന്നത്. ഏതൊരു ജനതക്കും മുന്നോട്ടു പോകുവാൻ ആശയങ്ങൾ അനിവാര്യമാണ്. ആശയങ്ങളില്ലാത്തവർക്ക്, ആശയങ്ങളുടെ ഒരു ലോകമില്ലാത്തവർക്ക് മുന്നോട്ടു പോകാൻ കഴിയില്ല. നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരായ ആളുകൾ, ഇടതുപക്ഷ പ്രവർത്തകർ ഒരു കാലത്ത് പറഞ്ഞിരുന്നു, മനുഷ്യന്റെ പ്രശ്നം വിശപ്പിന്റെ പ്രശ്നമാണ്, അപ്പം കൊണ്ട് പരിഹരിക്കപ്പെടുന്നതാണ് മനുഷ്യന്റെ പ്രശ്നങ്ങളെന്ന്. ഒരൽപ്പം കൂടി നീട്ടിപ്പറഞ്ഞാൽ, വിശക്കുന്നവന്റെ ഭക്ഷണവും മേൽക്കൂരയില്ലാത്തവന്റെ പാർപ്പിടവും ഉടുവസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രവും ലഭിച്ചാൽ പരിഹരിക്കപ്പെടുന്നതാണ് മനുഷ്യന്റെ സർവ്വ പ്രശ്നങ്ങളുമെന്ന് കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെയുള്ള ഈ ലോകത്തെ, ഈ രാജ്യത്തെ, നമ്മുടെ നാട്ടിലെ ഭൗതികവാദികൾ ഒരു കാലത്ത് പറഞ്ഞിരുന്നു. ഇന്നവർ പോലും അത് പറയില്ലെന്നാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത്. കാരണം മനുഷ്യ സമൂഹത്തിന്റെ ചരിത്രത്തിന്റെ അനുഭവങ്ങൾ ഈ സിദ്ധാന്തത്തെ തിരുത്തിയിട്ടുണ്ട് എന്നതുകൊണ്ടാണ്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, അത് വളരെ പ്രസിദ്ധമായ ഒരു വാചകം കൂടിയാണ്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ആത്മാവ് കൂടി ചേർന്നതാണ്. വിശക്കുന്നവന് ഭക്ഷണം ലഭിച്ചാൽ, മേൽക്കൂരയില്ലാത്തവന് പാർപ്പിടം ലഭിച്ചാൽ, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം ലഭിച്ചാൽ അവസാനിക്കുന്നതല്ല മനുഷ്യന്റെ പ്രശ്നം. അവർക്ക് ജീവിക്കുവാൻ ഒരാശയം വേണം, മുന്നോട്ട് കുതിക്കുവാൻ ഭാവനകൾ വേണം, അവരെ പ്രചോദിപ്പിക്കുവാനും ഉണർത്തുവാനും ഐക്യപ്പെടുത്തുവാനും ആശയങ്ങൾ വേണം, അജണ്ടകൾ വേണം. ഈ ആശയം ഏതെന്നത് ഏറെ പ്രധാനമാണ്. ആശയത്തിന്റെ കരുത്തെന്ത് എന്ന് ചരിത്രത്തിൽ നമുക്കൊരുപാട് ഉദാഹരണങ്ങൾ കാണുവാൻ കഴിയും. നമ്മുടെ ഒരു കാലം മഹാത്മാഗാന്ധിയെക്കുറിച്ച് ധാരാളമായി ഓർക്കുന്ന ഒരു കാലമായതുകൊണ്ട് ഗാന്ധിജിയുടെ ജീവിതത്തിലെ ഒറ്റ സംഭവം മാത്രം ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന വിശ്വപ്രസിദ്ധമായ പുസ്തകത്തിൽ ആ കാര്യം നമുക്ക് കാണാം. അത് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട കാലത്താണ്. 947 ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നു. തൊട്ടുടനെ തന്നെ ഈ രാജ്യം ഇന്ത്യയും പാകിസ്ഥാനുമായി വിഭജിക്കപ്പെടുന്നു. ഇന്ത്യയും പാകിസ്ഥാനുമായി ഈ രാജ്യം വിഭജിക്കപ്പെട്ടപ്പോൾ രാജ്യം രണ്ടായി ഭാഗിക്കപ്പെട്ടു എന്നത് മാത്രമല്ല സംഭവിക്കുന്നത്, അതിരൂക്ഷമായ വർഗീയ കലാപങ്ങളാണ് ഈ രാജ്യത്ത് അരങ്ങേറിയത്.
വിശിഷ്യ അതിർത്തി സംസ്ഥാനങ്ങൾ, പാകിസ്ഥാനായി ഇന്ത്യയായി വെട്ടിമുറിക്കപ്പെട്ട സംസ്ഥാനങ്ങൾ, അതിലേറ്റവും മുഖ്യം പഞ്ചാബാണ്, പിന്നെ ബംഗാളാണ്. അതിർത്തി സംസ്ഥാനങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ അറുകൊല ചെയ്യപ്പെടുകയും അത്രയേറെ ആളുകൾ ആട്ടിയോടിക്കപ്പെടുകയും ധാരാളം ആളുകളുടെ സ്വത്തുക്കൾ ചുട്ടുകരിക്കപ്പെടുകയും ചെയ്ത ഭീകരമായ നാളുകളായിരുന്നു അത്. സർവ നിയന്ത്രണങ്ങളും ഭരണകൂടത്തിന് നഷ്ടപ്പെട്ടു പോയ ആ നാളുകളിൽ അവശേഷിക്കുന്ന ബ്രിട്ടീഷ് വൈസ്രോയി പഞ്ചാബിലേക്ക് ഈ രാജ്യത്തിന്റെ സൈന്യത്തെ അയക്കുന്നുണ്ട്. സൈന്യത്തെയും പോലീസിനെയും സർവസന്നാഹങ്ങളോടുകൂടി വർഗീയ കലാപങ്ങൾ, അതിക്രമങ്ങൾ, കൂട്ടക്കൊലകൾ ആഞ്ഞുവീശുന്ന പഞ്ചാബിലേക്ക് അയക്കുന്നു. ബംഗാളിലേക്ക് അയക്കാൻ അവശേഷിച്ചിരുന്നില്ല സൈന്യം, അതിന്റെ ശക്തി. വൈസ്രോയി മഹാത്മാഗാന്ധിയോട് പറയുന്നത് താങ്കൾ ബംഗാളിലേക്ക് പോകണം എന്നാണ്. ആഞ്ഞുവീശുന്ന വർഗീയ കലാപത്തെ ശമിപ്പിക്കുവാൻ, ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായ ജനങ്ങളെ അടക്കി നിർത്തുവാൻ, ശാന്തരാക്കുവാൻ താങ്കൾ ബംഗാളിലേക്ക് പോകണമെന്നാണ്. ഗാന്ധിജി നിരായുധനായിട്ടാണ് ബംഗാളിലേക്ക് പോകുന്നത്. പഞ്ചാബിലേക്ക് സൈന്യവും പോലീസും സർവായുധ സന്നദ്ധരായി പോയിട്ടും ആ ജനതയെ അടക്കി നിർത്താൻ കഴിഞ്ഞില്ലെന്ന് അതേ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതിനുശേഷവും അവിടെ എത്രയോ മനുഷ്യർ പിന്നെയും കൊല്ലപ്പെട്ടു എന്ന്. നിരായുധനായി ഗാന്ധിജി ബംഗാളിലേക്ക് കടന്നു ചെന്നു. ഹിന്ദുക്കളോട് സംസാരിച്ചു, മുസ്ലിങ്ങളോട് സംസാരിച്ചു, എല്ലാ ജനവിഭാഗങ്ങളോടും സംസാരിച്ചു. ഗാന്ധിജിയുടെ സംസാരം കൊണ്ട് ജനങ്ങൾ ശാന്തരായി എന്ന് പറയുന്നു. നവഖാലിയിൽ ഗാന്ധിജി ദിവസങ്ങളോളം കഴിച്ചു കൂട്ടിയപ്പോൾ കാര്യങ്ങൾ ശാന്തമായി തുടങ്ങിയെന്ന്. ഗാന്ധിജിയുടെ കയ്യിലുള്ളതൊരാശയമാണ്. നമുക്ക് ആ ആശയത്തോട് യോജിക്കാം, വിയോജിക്കാം. പക്ഷേ ഗാന്ധിജിയുടെ കയ്യിലുള്ളതൊരാശയമാണ്, ഒരാദർശമാണ്. ആശയം കൊണ്ട് മാത്രമാണ് മനുഷ്യരെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്നത്. നാസി ജർമ്മനിയുടെ ചരിത്രത്തിൽ ഇതേപോലെ ഉജ്ജ്വലമായ അനുഭവങ്ങൾ നമുക്ക് ചരിത്രത്തിൽ വായിക്കുവാൻ കഴിയും. ആശയത്തിന്റെയും ആദർശത്തിന്റെയും ഭാവനയുടെയും കരുത്തെന്താണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന അനുഭവങ്ങളാണത്. ആധുനിക ലോകം കണ്ട ഏറ്റവും ഭീകരമായ ഘട്ടത്തെയാണ് നാസി ജർമ്മനിയുടെ ഘട്ടമെന്ന് പറയുന്നത്. അത്തരമൊരു നാസി ജർമ്മനിയെ ഇന്ത്യയിൽ ആവിഷ്കരിക്കുവാൻ, പുനരാവിഷ്കരിക്കുവാനുള്ള കൊണ്ടുപിടിച്ച ശ്രമമാണ് സംഘപരിവാർ, അതിന്റെ മാധ്യമങ്ങൾ, അതിന്റെ ഭരണകൂടം, അതിന്റെ സംഘടനകൾ, അതിന്റെ വക്താക്കൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. നാസി ജർമ്മനിയിൽ നാസി പാർട്ടി ഉണ്ടാക്കിയ വംശീയ വിദ്വേഷമുണ്ട്. അവർ അധികാരത്തിലേക്ക് വന്ന് ആ അധികാരം ഉപയോഗിച്ച് അവരവിടെ നടപ്പിലാക്കിയ കിരാതമായ മനുഷ്യവേട്ടയുണ്ട്. അത് വലിയ നാസി തടവറകളായിരുന്നു. നാസി പാർട്ടിയിൽ ആര്യവംശത്തിൽ പിറക്കാത്ത മനുഷ്യരെ, വിശിഷ്യ അവർ ടാർഗറ്റ് ചെയ്ത മനുഷ്യരെ, അതാ നാട്ടിലെ ജൂതരെയാണ്, കമ്മ്യൂണിസ്റ്റുകളെയാണ്, ആ നാട്ടിൽ കുടിയേറിയവരെയാണ്, അഭയാർത്ഥികളായി വന്നവരെയാണ്, ആ നാട്ടിലെ പല വിധത്തിൽപ്പെട്ട ന്യൂനപക്ഷങ്ങളെയാണ്. അങ്ങനെ അവർ കൊണ്ടുവന്ന് തള്ളിയ നാസി തടവറയിലെ ആയിരക്കണക്കിന് മനുഷ്യർ, അവരുടെ ജീവിതം എന്നത് അത്യന്തം ദുസ്സഹമായിരുന്നു. ചരിത്രത്തിൽ മനുഷ്യരോട് കാണിച്ച അപൂർവമായ കിരാതവാഴ്ചയുടെ ആധുനിക കാലത്തിന്റെ ആവിഷ്കാരമാണ് നാസി തടവറയിൽ അന്നത്തെ ഭരണകൂടവും നാസി പാർട്ടിയും അതിന്റെ പ്രവർത്തകരും അതിന്റെ വക്താക്കളും ആ തടവറയിലെ ജനങ്ങളോട് കാണിച്ചത്. എന്തെന്തെല്ലാം ക്രൂരതകൾ നടപ്പിലാക്കാൻ കഴിയുമെന്നതിന്റെ പരീക്ഷണങ്ങൾ, ആ പരീക്ഷണങ്ങളുടെ ആവിഷ്കാരമായിരുന്നു നാസി തടവറകൾ. അത്തരം തടവറകൾ ഈ രാജ്യത്തും ഉണ്ടാക്കണമെന്നതാണ് NRCയിലൂടെ സംഘപരിവാർ ഈ രാജ്യത്തോട് പറഞ്ഞത്. ഈ രാജ്യത്തും നാസി തടവറകൾ വേണം, നാസി തടവറയിലേക്ക് ആളുകൾ വേണം. ആ ആളുകളെ മാർക്ക് ചെയ്യാനുള്ള കാര്യമാണ് NRC CAA എന്ന് പറയുന്നത്. നാസി തടവറയിൽ അങ്ങനെ മനുഷ്യൻ കിരാതമായ, മൃഗീയമായ, ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ക്രൂരതകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അങ്ങനെ മനുഷ്യർ ഇഞ്ചിഞ്ചായി മരിക്കുമ്പോൾ
ആ തടവുകാരിൽപ്പെട്ട മനുഷ്യനുണ്ട്, വിക്ടർ ഫ്രാങ്കിൻ എന്ന് പറയുന്ന ആസ്ട്രിയൻ മനഃശാസ്ത്രജ്ഞനായ മനുഷ്യൻ. അദ്ദേഹം ആ തടവറയിലെ ഒരു അംഗമാണ്. പക്ഷേ അദ്ദേഹം ആ തടവറയിൽ ജീവിക്കുമ്പോഴും അദ്ദേഹം ആ തടവറയെ, അതിലെ ആയിരക്കണക്കിന് മനുഷ്യരെ തൻ്റെ ഒരു സബ്ജക്റ്റായി, പഠന വിഷയമായിട്ടാണ് അദ്ദേഹം നിരീക്ഷിക്കുന്നത്. ഒരു ഭാഗത്ത് പട്ടിണി കിടന്ന് പ്രയാസപ്പെടുന്ന മനുഷ്യർ, മറ്റൊരു ഭാഗത്ത് ഭീകരമായ ശാരീരികമായ മർദ്ദനങ്ങൾക്ക് വിധേയരാകുന്ന മനുഷ്യർ, രോഗികളായ മനുഷ്യർ, കൊടും ശൈത്യം സഹിക്കവയ്യാതെ പ്രയാസപ്പെടുന്ന മനുഷ്യർ, രാവന്തിയോളം പണിയെടുത്ത് എല്ലുമുറിയെ പണിയെടുക്കേണ്ടി വരുന്ന മനുഷ്യർ, മേലധികാരികളാൽ മൃഗീയമായ പെരുമാറ്റങ്ങൾക്ക് വിധേയരാകുന്ന മനുഷ്യർ, എല്ലാം നഷ്ടപ്പെട്ടുപോയ ഉറ്റവർ, ഉടയവർ, ബന്ധുക്കൾ, മക്കളെല്ലാം നഷ്ടപ്പെട്ടുപോയ വിരഹവേദനയിൽ കഷ്ടപ്പെടുന്ന മനുഷ്യർ, ഈ മനുഷ്യരെയെല്ലാം അദ്ദേഹം നിരീക്ഷിക്കുന്നത് തൻ്റെ ഒരു പഠന വസ്തുവായിട്ടാണ്. അങ്ങനെ ഈ മനുഷ്യരെ നിരീക്ഷിച്ച് ആ മനുഷ്യരെ മുമ്പിൽ വെച്ച് പഠനം നടത്തി അദ്ദേഹം എഴുതിയ വിശ്വപ്രസിദ്ധമായ പുസ്തകമുണ്ട്. ലോകത്തെ കോടിക്കണക്കിന് കോപ്പികൾ വിറ്റഴിഞ്ഞു പോയ പുസ്തകമാണത്. ഈ ഘട്ടത്തിലെ മനുഷ്യർ എങ്ങനെ ചിന്തിക്കുന്നു, എന്താലോചിക്കുന്നു, ഈ ജീവിതത്തെ അവർ എങ്ങനെയാണ് അതിജയിക്കുവാൻ ശ്രമിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ലോകത്തെ വിശ്വപ്രസിദ്ധമായ പുസ്തകമാണത്. അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, മനുഷ്യരെ മുന്നോട്ട് നയിക്കുന്നത് പ്രതീക്ഷകളാണ്, ആശയങ്ങളാണ് എന്നാണ്. അദ്ദേഹം അതിനൊരുപാട് ഉദാഹരണങ്ങൾ അതിൽ പറയുന്നുണ്ട്. ഒരു അദ്ദേഹത്തോട് വന്ന് പറയുന്നു, മാർച്ച് 30-ാം തീയതി ഞാൻ വിട്ടയക്കപ്പെടുമെന്ന് ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു എന്നാണ്. മാർച്ച് 30-ന് ഞാൻ ഈ തടവറയിൽ നിന്ന് വിട്ടയക്കപ്പെടും എന്ന് ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ആ മനുഷ്യൻ അതോടുകൂടി വലിയ ഉത്സാഹമാകുന്നു. ആ മനുഷ്യനിൽ ഒരു കർമാവേശം ഉണ്ടാകുന്നു. ആ മനുഷ്യന്റെ മുഖത്ത് പുഞ്ചിരി ഉണ്ടാകുന്നു. ആ മനുഷ്യൻ എല്ലാ ദിവസവും വളരെ കർമ്മോത്സുകനായി ജീവിക്കുന്നു. പക്ഷേ മാർച്ച് 29 അദ്ദേഹം ധരിക്കുന്നത് ഇന്ന് മേലധികാരികളിൽ നിന്നും ഒരു ഓർഡർ വരുമെന്നാണ്. നാളെ നിനക്ക് പുറത്തു പോകാൻ വിട്ടിരിക്കുന്നു എന്നൊരു ഓർഡർ വരുമെന്നാണ് ഈ മനുഷ്യൻ ധരിക്കുന്നത്. മാർച്ച് 29-നും ഒരേ ദിവസം തന്നെയാണ്. തലേന്ന് എന്താണോ സംഭവിച്ചത് അതുതന്നെയേ സംഭവിക്കുന്നുള്ളൂ. രാത്രി വൈകിയപ്പോഴും പ്രത്യേകിച്ചൊന്നും ആ ജയിലിൽ സംഭവിക്കുന്നില്ല. അതോടെ ഈ മനുഷ്യന് മനസ്സിലായി തൻ്റേതൊരു ദിവാസ്വപ്നം മാത്രമായിരുന്നു, അത് സംഭവിക്കാൻ പോകുന്നതല്ല. പിറ്റേ ദിവസം അദ്ദേഹം മരിച്ചു പോവുകയാണ്. സ്വപ്നം അവസാനിച്ചപ്പോൾ, ഭാവന വറ്റിപ്പോയപ്പോൾ ആ മനുഷ്യൻ അതോടുകൂടി മരിച്ചു പോവുകയാണ്. ഇങ്ങനെയുള്ള അനേകം സംഭവങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ആശയം വേണം, ആദർശം വേണം. നമുക്ക് ജീവിക്കുവാൻ, നമ്മെ മുന്നോട്ട് നയിക്കുവാൻ, നമ്മെ പ്രചോദിപ്പിക്കുവാൻ, ഒരു സമൂഹത്തെ പരിവർത്തിപ്പിക്കുവാൻ ആശയങ്ങൾ വേണം, ആദർശങ്ങൾ വേണം. ഇസ്ലാം എന്നൊരാശയത്തിൽ നിന്നുകൊണ്ടാണ് കഴിഞ്ഞ 4 പതിറ്റാണ്ട് കാലമായി ഇസ്ലാമിക വിദ്യാർത്ഥി പ്രസ്ഥാനം SIU ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നത്, ഈ രാജ്യത്തിലെ ജനങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, വിദ്യാർത്ഥി സമൂഹത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ആശയത്തിന് ഉജ്ജ്വലമായ കരുത്തുണ്ട്. നമ്മളിപ്പോൾ ലഹരിക്കെതിരായ വലിയ പോരാട്ടത്തിലാണ്. നമ്മുടെ ഭരണകൂടം അതിനെതിരായ ജാഗ്രതയിലാണ്. നമ്മുടെ സംവിധാനങ്ങളൊക്കെയും, നാട്ടിലെ പൗരസമൂഹവും നാടും നാട്ടുകാരും സംവിധാനങ്ങളൊക്കെയും ലഹരിക്കെതിരായ വലിയ ഉണർവിലാണ്, ജാഗ്രതയിലാണ്. നല്ല കാര്യമാണ്, സ്വാഗതാർഹമായ കാര്യമാണ്. പക്ഷേ അതിനൊരു മറുവശമുണ്ട് എന്നുകൂടി സൂചിപ്പിക്കുവാൻ ഈ സന്ദർഭത്തിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. എപ്പോഴാണ് ലഹരി നമുക്കൊരു പ്രശ്നമായി മാറുക എന്നതാണ് അടിസ്ഥാനപരമായ ചോദ്യം. ഈ ജീവിതം ആനന്ദിക്കുവാനും ആഹ്ലാദിക്കുവാനുമുള്ളതാണ്. ഈ ജീവിതത്തിന് സവിശേഷമായ ഒരർത്ഥവുമില്ലെന്ന് വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ലഹരി ഒരു പ്രശ്നമാകേണ്ടതില്ല. കാളയ്ക്കിന്നൊരു വേളി, നാളെ മറ്റൊരു വേളി, 3-ാം നാളും 4-ാം നാളും വേറെ വേറെ വേളി എന്നാണ് അത്തരക്കാരുടെ ജീവിതത്തിന്റെ തത്വചിന്ത. കാള എങ്ങനെയാണ് ജീവിക്കുന്നത്? കാളകൾ മാത്രമല്ല, എല്ലാ മൃഗങ്ങളും പറവകളും
അങ്ങനെയാണ് ജീവിക്കുന്നത്. അവരുടെ ജീവിതത്തിന്റെ ആനന്ദം എന്താണ്, ആഹ്ലാദം എന്താണ്, ജീവിതത്തിന്റെ ആസ്വാദനം എന്താണ്? ആ ആസ്വാദനം നേടണം, ആനന്ദം നേടണം, അത്രമാത്രമാണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്നതാണ്. ജനിച്ചിരിക്കുന്നു എന്നതുകൊണ്ട് ജീവിക്കുകയാണ്. അതിൽ കവിഞ്ഞ് ഈ ജീവിതത്തിന് പ്രത്യേകിച്ച് അർത്ഥങ്ങളൊന്നുമില്ല എന്നതാണ് നമ്മുടെ തത്വശാസ്ത്രമെങ്കിൽ, നമ്മുടെ ആശയമെങ്കിൽ, ആദർശമെങ്കിൽ, ആ ജീവിതത്തെ ആനന്ദമാക്കുന്നതിന്റെ ഒരു ഉപകരണം മാത്രമാണ് ലഹരി. ആ ലഹരിയെ അപ്പോൾ കുറ്റം പറയാൻ കഴിയില്ല. ആനന്ദമാണ് ജീവിതം, ആഹ്ലാദമാണ് ജീവിതം, ഓരോ നിമിഷവും സുഖിക്കലാണ് ജീവിതം എന്നതാണ് ജീവിത ലക്ഷ്യത്തെക്കുറിച്ചുള്ള ഒരു ആശയമെങ്കിൽ, ഒരു ആദർശമെങ്കിൽ, അത്തരം ആനന്ദമുണ്ടാക്കി തരുന്ന, അനുഭൂതി ഉണ്ടാക്കി തരുന്ന ഒരു ഉപകരണം മാത്രമാണ് ലഹരി. ആ ലഹരിയെ അപ്പോൾ അങ്ങനെ കുറ്റം പറയാൻ കഴിയില്ല. പക്ഷേ ഈ ലഹരിക്കെതിരായ ജാഗ്രതയിൽ, അതിന്റെ മുൻനിരയിൽ നിൽക്കുവാൻ ഇസ്ലാമിക വിദ്യാർത്ഥി പ്രസ്ഥാനമുണ്ട്, ഉണ്ടാവുമെന്ന് പറയുന്നത് ആത്മവിശ്വാസത്തോടുകൂടിയും ധാർമ്മികമായ അവകാശവാദത്തോടുകൂടിയുമാണ്. കാരണം ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് സുനിശ്ചിതമായ കാഴ്ചപ്പാടാണ്, ഉജ്ജ്വലമായ പ്രഖ്യാപനമാണ് ഈ രാജ്യത്തിലെ വിദ്യാർത്ഥി സമൂഹത്തോട് കഴിഞ്ഞ 4 പതിറ്റാണ്ട് കാലമായി SIU നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ജീവിതം ഒരു ലക്ഷ്യമുള്ളതാണ് എന്നതാണ്. ജനിച്ചതുകൊണ്ട് ജീവിക്കുന്നതല്ല, ജനിച്ചതുകൊണ്ട് ജീവിക്കുന്നതല്ല. ജീവിതത്തിന്റെ എല്ലാ ആനന്ദങ്ങളും, എല്ലാ ആസ്വാദനങ്ങളും എനിക്ക് ആനന്ദിക്കാനുള്ളതാണ്, അങ്ങനെയല്ല. മറിച്ച് ജീവിതം എന്നത് ഉജ്ജ്വലമായ ലക്ഷ്യമുള്ളതാണ്. ആ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് നമ്മുടെ ശരീരം, ആ ലക്ഷ്യ സാക്ഷാത്കാരത്തിനാണ് നമ്മുടെ കഴിവുകൾ, ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാനാണ് നമ്മുടെ സമയം, ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാനാണ് നമ്മുടെ സമ്പത്ത്, ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാനാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന വിഭവങ്ങളും, നമുക്ക് ലഭിക്കുന്ന സന്ദർഭങ്ങളും ശേഷികളുമെല്ലാം. ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാനാണ്. ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൽ നമ്മെ വഴിതടയുന്നതാണ് ലഹരി. ഇങ്ങനെ ഒരു ലക്ഷ്യബോധം ഉണ്ടാക്കി കൊടുക്കാൻ ഇന്ത്യയിലെ 10,000-കണക്കിന് ചെറുപ്പക്കാർക്ക്, വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ ഒരു ലക്ഷ്യബോധം ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞു എന്നതാണ് SIU ഈ രാജ്യത്തോട് ചെയ്ത ഏറ്റവും വലിയ സംഭാവന, ഏറ്റവും വലിയ നന്മ. ജീവിത ലക്ഷ്യമെന്നത് വളരെ പ്രധാനമാണ്. ഇസ്ലാം എന്നൊരാശയത്തെ മുൻനിർത്തിയിട്ട് നമ്മൾ ജീവിക്കുന്ന കാലത്തിനും അപ്പുറത്ത് പുതിയ ഒരു ലോകവും പുതിയ ഒരു കാലവും ഉണ്ടാക്കുവാൻ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസമാണ് ഇപ്പോൾ SIU കേരളത്തിന്റെ തെരുവിൽ കേരളീയ സമൂഹത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്ക് ചിലർക്കെങ്കിലും തോന്നും, ഇസ്ലാമിനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്ന ഒരു കാലമാണോ എന്ന്. ആ ചോദ്യത്തിന്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ കാര്യങ്ങളെയും നമ്മൾ അഭിമുഖീകരിക്കേണ്ടതാണ്. കാരണം ഇസ്ലാമിനെ കുറിച്ചുള്ള പേടിയും, ഇസ്ലാമിനെ കുറിച്ചുള്ള ഭയവും, ഇസ്ലാമും മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട വെറുപ്പും ധാരാളമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു കാലം. ആ ഉൽപാദനത്തിന് ഈ രാജ്യത്തിന്റെ ഭരണകൂടം തന്നെ നേതൃത്വം കൊടുക്കുന്ന ഒരു കാലത്താണ് കേരളത്തിന്റെ തെരുവുകളിൽ, ക്യാമ്പസുകളിൽ സമൂഹത്തോട്, വിദ്യാർത്ഥികളോട് ഇസ്ലാം എന്നൊരാശയത്തെക്കുറിച്ച്, അതിന്റെ ശേഷിയെക്കുറിച്ച് SIU പുതിയ ഭാവനകൾ പങ്കുവെക്കുന്നത് എന്നത് ഏറെ ശ്ലാഘനീയമായ, സന്തോഷകരമായ ഒരു കാര്യമാണ്. ഇസ്ലാമോഫോബിയ ഉള്ള ഒരു കാലത്ത് തന്നെയാണ് നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് ധാരാളമായി സംസാരിക്കേണ്ടത്. ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് സംഘപരിവാർ ഉണ്ടാക്കുന്ന വെറുപ്പും വിദ്വേഷവും മാത്രമല്ല. കോഴിക്കോട് നഗരത്തിലെ സർക്കാർ എയ്ഡഡ് സ്ഥാപനമായ പ്രോവിഡൻസ് സ്കൂളിൽ ഹിജാബ് ധരിച്ച് മുസ്ലിം പെൺകുട്ടിക്ക് പ്രവേശിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഒരു സംഘപരിവാറുമല്ല. പ്രോവിഡൻസ് സ്കൂൾ സംഘപരിവാറിന്റെ സ്കൂളല്ല. സംഘപരിവാറിന്റെ സ്കൂളിലാണ് അത്തരമൊരു തിട്ടൂരമെങ്കിൽ നമുക്കത് മനസ്സിലാകും. വിദ്യാഭ്യാസ രംഗത്തും കേരളത്തിന്റെ മതസൗഹാർദ്ദ മേഖലയിലും വലിയ സംഭാവനകൾ അർപ്പിച്ച, അങ്ങനെ ഒരു ഖ്യാതിയുള്ള ക്രൈസ്തവ മാനേജ്മെന്റിന്റെ കീഴിലുള്ള പ്രോവിഡൻസ് സ്കൂളിലാണ് ഹിജാബ് ധരിച്ച് മുസ്ലിം പെൺകുട്ടികൾക്ക് വരാൻ പാടില്ലെന്ന നിയമമുള്ളത്. അതവിടെ കർശനമായി പാലിക്കപ്പെടുന്നത്. ഹിജാബ് ധരിച്ചു വരുന്നവർക്ക് ഈ സ്ഥാപനത്തിൽ പ്രവേശനമില്ല എന്ന് ആക്രോശിക്കുന്നത്. കന്യാസ്ത്രീകൾ പഠിപ്പിക്കുന്ന, ജോലി ചെയ്യുന്ന അതേ സ്ഥാപനത്തിലാണ് മുസ്ലിം പെൺകുട്ടിക്ക് ഹിജാബ് ധരിക്കാൻ അവകാശമില്ലാത്തത്
എന്ന് അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എന്തുകൊണ്ടത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇസ്ലാമോഫോബിയ കൊണ്ടത് സംഭവിക്കുന്നു എന്നതാണ്. മുസ്ലിം സ്ത്രീയുടെ വസ്ത്രം ഒരു പ്രശ്നമാണ് എന്നതാണ്. തലയിലെ തട്ടം, സാധുവായ ഒരു തട്ടം എന്തിനാണ് ഒരു പ്രശ്നമായി മാറുന്നത്? കന്യാസ്ത്രീയുടെ തലയിലെ തട്ടം ഒരു പ്രശ്നമാകാതിരിക്കുമ്പോൾ മുസ്ലിം പെൺകുട്ടിയിലെ തലയിലെ തട്ടം മാത്രം ഒരു പ്രശ്നമായി, ഒരു വില്ലനായി മാറുന്നത് വില്ലനാണ്. അതുകൊണ്ടാണ് അതേ സ്കൂളിലെ PTA പ്രസിഡന്റ് പറയുന്നത് ലഹരി വസ്തുക്കൾ ഒളിച്ചു കടത്താൻ ഇത്തരം വസ്ത്രങ്ങൾ സഹായിക്കുമെന്നാണ് അതേ സ്കൂളിന്റെ PTA പ്രസിഡന്റ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അത് ഇസ്ലാമോഫോബിയയാണ്. സംഘപരിവാറിന് മാത്രമല്ല, നമ്മുടെ നാട്ടിലെ പുകൾപ്പെട്ട മതേതരന്മാർക്കും ഇതേ അസുഖമാണ്. നമ്മുടെ നാട്ടിലെ മതേതരത്വത്തിന്റെ, മതനിരപേക്ഷതയുടെ, സാമൂഹിക ഐക്യത്തിന്റെ വലിയ വക്താക്കളാണ് പലപ്പോഴും ഇടതുപക്ഷക്കാർ, വിശിഷ്യ CPM-ന്റെ പുതിയ സംസ്ഥാന സെക്രട്ടറി സൈദ്ധാന്തികനായ ഗോവിന്ദൻ മാഷ് ചുമതലയേറ്റിരിക്കുന്നു എന്ന് കേരളത്തോട് പ്രഖ്യാപിച്ചത് ഏറ്റവും വലിയ വംശീയ വെറുപ്പ് തുപ്പിക്കൊണ്ടാണ്. ആവിക്കൽ സമരത്തിനെതിരായ വംശീയ വെറുപ്പാണത്. നമ്മൾ ആലോചിച്ചു നോക്കണം. കോഴിക്കോട് നഗരത്തിലെ ജനങ്ങൾ ഉടതീർന്ന് താമസിക്കുന്ന, തിങ്ങി വിങ്ങി താമസിക്കുന്ന ആവിക്കൽ പ്രദേശത്താണ് കക്കൂസ് മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റ് ഉണ്ടാക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷന്റെ വലിപ്പം എത്രയാണ്? ജനങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങൾ, അത്ര താമസമില്ലാത്ത സ്ഥലങ്ങൾ, ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലങ്ങൾ, ഇങ്ങനെയെല്ലാം ആ കോർപ്പറേഷൻ പരിധിയിലുണ്ടായിരിക്കെ ജനങ്ങൾ ഇടതൂർന്ന് താമസിക്കുന്ന ആവിക്കൽ പ്രദേശത്ത് തന്നെ കൊണ്ടുവന്ന് കക്കൂസ് മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുവാൻ CPM ഭരിക്കുന്ന കോഴിക്കോട് കോർപ്പറേഷൻ തീരുമാനിക്കുകയാണ്. കോഴിക്കോടെന്നല്ല, ഇന്ത്യയിൽ എവിടെ തീരുമാനിച്ചാലും നീതിബോധമുള്ള ജനങ്ങൾ അതിനോട് പ്രതികരിക്കുമെന്നത് സ്വാഭാവികമാണ്. അങ്ങനെ ജനങ്ങൾ പ്രതികരിക്കുന്നില്ലെങ്കിൽ ആ ജനതയ്ക്ക് ജനിതക പ്രശ്നമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്വാഭാവികമായും അവിടുത്തെ ജനങ്ങളും പ്രതികരിച്ചു. അവിടെ താമസിക്കുന്നത് ജനസംഖ്യാപരമായി കൂടുതൽ മുസ്ലിങ്ങളാണ്. അതും സ്വാഭാവികമാണ്. കേരളത്തിൽ അങ്ങനെയുണ്ട്, ഇന്ത്യയിൽ അങ്ങനെയുണ്ട്, ലോകത്ത് അങ്ങനെയുണ്ട്. മുസ്ലിങ്ങൾ കൂടുതൽ താമസിക്കുന്ന പ്രദേശം, ക്രിസ്ത്യാനികൾ ധാരാളമായി താമസിക്കുന്ന പ്രദേശം, അങ്ങനെയൊക്കെ ഉണ്ടത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. അതിന് മറ്റു കാരണങ്ങളും ഉണ്ടാകാം, അതുണ്ട്. പക്ഷെ ആവിക്കലിലെ ജനകീയ സമരം, അവിടുത്തെ മുസ്ലിമും അവിടുത്തെ ഹിന്ദുവും അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരനും അവിടുത്തെ മുസ്ലിം ലീഗുകാരനും അവിടുത്തെ കോൺഗ്രസ്സുകാരനും ഇത്തരം കക്ഷി രാഷ്ട്രീയത്വങ്ങളൊന്നുമില്ലാത്ത മനുഷ്യരുമെല്ലാം ചേർന്ന് നടത്തുന്ന, ജീവിക്കുവാൻ വേണ്ടി നടത്തുന്ന സമരത്തെ ഗോവിന്ദൻ മാഷ് പറയുന്നു അത് തീവ്രവാദ സമരമാണ് എന്ന്. സമരം തന്നെ തീവ്രവാദമാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം എല്ലാ സമരങ്ങളെയും CPM ഇനി മുതൽ വിശേഷിപ്പിക്കുക തീവ്രവാദമാണ് എന്നങ്ങ് മനസ്സിലാക്കിയാൽ മതി. പക്ഷേ വിഷയം അതല്ല. സമാനമായി തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്ത് സമരം നടക്കുന്നു. സമാനമായ ജീവിക്കുവാൻ വേണ്ടിയുള്ള സമരമാണ്. പക്ഷെ ആ സമരത്തിന്റെ പ്രത്യേകത അത് കേരളത്തിലെ പ്രബലമായ ലത്തീൻ കത്തോലിക്ക സഭയുടെ കാർമ്മികത്വത്തിൽ നടക്കുന്ന സമരമാണ്. കാർമ്മികത്വം എന്ന് പറഞ്ഞാൽ പേരിനൊരു കാർമ്മികത്വമല്ല, പ്രഖ്യാപിച്ച് നടത്തുന്ന സമരമാണ്. സമരത്തിന്റെ ഒന്നാം ഘട്ടം ക്രൈസ്തവ ദേവാലയങ്ങളിൽ സമര വിളംബരമാണ്. ക്രൈസ്തവ ദേവാലയങ്ങളിലെ കൊടിയുയർത്തലാണ്. ക്രൈസ്തവ ദേവാലയങ്ങളിൽ നിന്ന് സമരാഹ്വാനമാണ്. അവിടെ നിന്ന് സമരജാഥകൾ പുറപ്പെടലാണ്. ഇത് ഞങ്ങൾ നടത്തുന്ന സമരം, ഞങ്ങളുടെ പള്ളികളിൽ പ്രചാരണം നടത്തുന്ന സമരം, പള്ളികളിൽ ജനകീയ സംഘാടനം നടത്തുന്ന സമരം എന്ന് പ്രഖ്യാപിച്ച് നടത്തുന്ന സമരമാണ്. വിഴിഞ്ഞത്തേത് ജനകീയ സമരം, പരിശോധിക്കപ്പെടേണ്ടുന്ന ആവശ്യങ്ങളാണ് എന്നാണ് ഇടതുപക്ഷം പറയുന്നത്. പക്ഷെ ആവിക്കലിലെത്തുമ്പോൾ അത് തീവ്രവാദ സമരമാണ്. ഞാൻ പറയുന്നത് അതിൻ്റെ നേരായ പേരാണ് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്. അതിൻ്റെ നേരായ പേരാണ് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്. മുസ്ലിങ്ങളെ കണ്ടാൽ തോന്നുന്ന ഈ പേടിയുണ്ടല്ലോ, ഹിജാബ് കണ്ടാൽ തോന്നുന്ന ഈ പേടിയുണ്ടല്ലോ, മുസ്ലിം സംഘടനകളെ കണ്ടാൽ തോന്നുന്ന ഈ പേടിയുണ്ടല്ലോ, മുസ്ലിം കൊടിയടയാളങ്ങളും സ്ഥാപനങ്ങളും കാണുമ്പോൾ തോന്നുന്ന ഈ പേടിയുണ്ടല്ലോ, ഈ പേടി പറഞ്ഞ് ആളുകളെ പേടിപ്പിച്ച് ഈ സമൂഹത്തെ നിശബ്ദമാക്കാനുള്ള ശ്രമമുണ്ടല്ലോ, ഇസ്ലാമോഫോബിയയാണ് നമ്മുടെ സമൂഹത്തിൽ ഇവർ ഇതിനുപയോഗിച്ചു
കൊണ്ടിരിക്കുന്നത്. പോപ്പുലർ ഫണ്ട് എന്ന് പറയുന്ന സംഘടനയോട് നയപരമായി തന്നെ നമുക്ക് വിയോജിപ്പുണ്ട്. പോപ്പുലർ ഫണ്ടിനോട് മാത്രമല്ല, കേരളത്തിലെ മുസ്ലിം മതസംഘടനകൾക്കിടയിൽ നിലനിൽക്കുന്ന ആശയപരമായ, ദൈവശാസ്ത്രപരമായ, കർമ്മശാസ്ത്രപരമായ അഭിപ്രായ ഭിന്നതകളുണ്ട്. നേരത്തെ ഇവിടെ അത് SIO സംസ്ഥാന ജനറൽ സെക്രട്ടറി വിശദമായിട്ട് തന്നെ പറയുകയുണ്ടായി. കേരളത്തിന്റെ ഒരു സംവാദ മണ്ഡലങ്ങളുടെ ചരിത്രം, കേരളത്തിന്റെ ഒരു സാമൂഹിക രൂപീകരണത്തിന്റെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ ഈ സംഘടനകൾക്കിടയിൽ നടന്ന ദൈവശാസ്ത്രപരവും കർമ്മശാസ്ത്രപരവുമായ രാഷ്ട്രീയ നയനിലപാടുകളെ ചൊല്ലിയുള്ള അനേകം സംവാദങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ കൂടി രൂപപ്പെട്ടതാണ് കേരളത്തിന്റെ പൊതുമണ്ഡലം, കേരളീയ മുസ്ലിം സമുദായത്തിന്റെ പൊതുമണ്ഡലം എന്ന് പറയുന്നത്. ആ ഇനത്തിൽ പോപ്പുലർ ഫണ്ടിന്റെ പല നയനിലപാടുകളോടും നമുക്ക് വിയോജിപ്പുണ്ട്. അത്തരം വിയോജിപ്പുകൾ അതത് സമയത്ത് തന്നെ പറയുന്ന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. പക്ഷേ പോപ്പുലർ ഫണ്ട് ഒരാഗോള ഭീകര സംഘടനയാണെന്നും അതിനെ അടച്ചുപൂട്ടേണ്ടത് ഈ രാജ്യത്തിന്റെ അഖണ്ഡതക്ക് അനിവാര്യമാണെന്നും അത് ഈ രാജ്യത്തിന്റെ ജനങ്ങളുടെ പൊതു ആവശ്യമാണെന്നുമുള്ള പ്രതീതി സൃഷ്ടിച്ച് ആ പ്രസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്യുവാൻ സംഘപരിവാർ ഭരണകൂടം ശ്രമം നടത്തുമ്പോൾ അതിന് കഞ്ഞിവെക്കുന്നവരൊക്കെയും സംഘപരിവാറിന് കഞ്ഞിവെക്കുന്നവരാണ് എന്ന് പറയാൻ ഈ പ്രസ്ഥാനത്തിന് യാതൊരു മടിയുമില്ല. ഇന്ന് പോപ്പുലർ ഫണ്ടാണെങ്കിൽ നാളെ അത് മുസ്ലിം സമുദായത്തിലെ മറ്റു സംഘടനകളെ തേടിയെത്തും. അത് മറ്റന്നാൾ ഈ രാജ്യത്തിലെ മറ്റ് ജനങ്ങളെ തേടിയെത്തും. അത് സംഘപരിവാറിന്റെ എന്നല്ല, ലോകത്തെ ഏത് ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെയും ഫാസിസ്റ്റ് പ്രസ്ഥാനത്തിന്റെയും പ്രാഥമികമായ ചരിത്രത്തിൽ നിന്ന് ജനങ്ങൾ മനസ്സിലാക്കിയെടുത്ത ഒരു കാര്യമാണ്. സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രശ്നം വംശീയതയാണ്, അവരുടെ പ്രശ്നം വെറുപ്പാണ്. അവർക്കാവശ്യം ഏകാധിപത്യമുള്ള, സ്വേച്ഛാധിപത്യമുള്ള ഒരു രാജ്യവും ഒരു സമൂഹവും നിർമ്മിച്ചെടുക്കലാണ്. അതിന് വിഘാതമാകുന്നു എന്ന് തോന്നുന്ന ആരെയും എന്തിനേയും പല പേരുകൾ പറഞ്ഞ് പല കാരണങ്ങൾ ഉണ്ടാക്കി അവർ അടച്ചുപൂട്ടുക തന്നെ ചെയ്യും, നിശബ്ദമാക്കുക തന്നെ ചെയ്യും. കാലത്തെക്കുറിച്ച്, ചരിത്രത്തെക്കുറിച്ച്, സർവോപരി വർത്തമാനത്തെക്കുറിച്ച് ആഴമുള്ള ഈ ചിന്തയില്ലാതെ, ആലോചനയില്ലാതെ പോപ്പുലർ ഫണ്ട് അടച്ചുപൂട്ടപ്പെടേണ്ടതാണ്, നിരോധിക്കപ്പെടേണ്ടവരാണ് എന്ന് ആർപ്പു വിളിക്കുന്നവരൊക്കെയും നാളെ വിരൽ കടിക്കേണ്ടി വരുമെന്ന് ആവർത്തിച്ചു പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അത് എല്ലാവരെയും തേടി വരുന്ന ഒരു ഭീകരതയുടെ പേരാണ് സംഘപരിവാർ എന്നത്. ഒരു മുൻഗണനാ ക്രമത്തിന്റെ മാത്രം പ്രശ്നമാണ്, ഒരു മുൻഗണനാ ക്രമത്തിന്റെ മാത്രം പ്രശ്നമാണ്. ഇസ്ലാമോഫോബിയ കത്തി നിൽക്കുന്ന സംഘപരിവാറിന്റെ സർവസന്നാഹങ്ങളോടുകൂടിയുമുള്ള വേട്ട അടിഞ്ഞാടുന്ന ഒരു കാലഘട്ടത്തിലാണ് SIO ഇസ്ലാമിന്റെ സാധ്യതകളെ കുറിച്ചും അതിന്റെ ഭാവനകളെ കുറിച്ചും ഈ സമൂഹത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ രാജ്യം ഈ പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഈ രാജ്യത്തിലെ ധാരാളം ജനങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ രാജ്യത്തെ എങ്ങനെയാണ് രക്ഷിച്ചെടുക്കാൻ കഴിയുക എന്നതാണ്. നീണ്ട പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള ഈ രാജ്യം, ഒരുപാട് വൈവിധ്യങ്ങളുള്ള ഈ രാജ്യം, അനേകം വിശ്വാസങ്ങളും ആചാരങ്ങളും സംസ്കാരങ്ങളുമുള്ള ഈ രാജ്യം, എത്രയോ വലിപ്പമുള്ള ഈ രാജ്യം, ഈ രാജ്യത്തെ ഈ പ്രതിസന്ധിയിൽ നിന്ന് എങ്ങനെ രക്ഷിച്ചെടുക്കാൻ കഴിയുമെന്ന് ഗൗരവപൂർവം ആലോചിക്കുന്ന ഒരുപാട് മനുഷ്യർ ഈ രാജ്യത്തുണ്ട്. അവരുടെ മുൻപാകെയാണ് ഞങ്ങൾ ഇസ്ലാം എന്നൊരാശയത്തെ, ഒരാദർശത്തെ ഞങ്ങൾ സമർപ്പിക്കുന്നത്. ഈ രാജ്യത്തെ സാഹോദര്യത്തിന്റെ ചരടിൽ ആർക്ക് കോർക്കാൻ കഴിയുമെന്നത് ഈ സന്ദർഭത്തിൽ ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യമാണ്. സാഹോദര്യത്തിന്റെ ചരടിൽ ആർക്കാണ് ഈ രാജ്യത്തെ പുറത്തെടുക്കാൻ കഴിയുക? ഈ രാജ്യത്തെ ഹിന്ദുവിനെ, ഈ രാജ്യത്തെ മുസ്ലിമിനെ, ഈ രാജ്യത്തെ ഉള്ളവനെ, മതമില്ലാത്തവനെ, ഈ രാജ്യത്ത് ഹിന്ദി ഭാഷ സംസാരിക്കുന്നവനെ, ഈ രാജ്യത്ത് തെലുങ്കും മലയാളവും കന്നഡയും തമിഴ് തുടങ്ങിയ പ്രാദേശിക ഭാഷ സംസാരിക്കുന്നവരെ, ഈ രാജ്യത്തെ വ്യത്യസ്തങ്ങളായ ഭക്ഷണശീലമുള്ളവരെ, ഈ രാജ്യത്ത് വൈവിധ്യമുള്ള സംസ്കാരവും പാരമ്പര്യവുമുള്ളവരെ, ഉത്തരേന്ത്യയെ, ദക്ഷിണേന്ത്യയെ ആർക്ക് കോർത്തിണക്കാൻ കഴിയും? ഏതാദർശത്തിന്, ഏതാശയത്തിന് കോർത്തിണക്കാൻ കഴിയും? ഈ രാജ്യത്തിലെ മുന്നോക്കക്കാരെയും പിന്നോക്കക്കാരെയും ആർക്കൊരേ ചരടിൽ കോർക്കാൻ കഴിയുമെന്നത് ഈ രാജ്യം ഇപ്പോൾ ഗൗരവത്തിൽ ആലോചിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഇസ്ലാം ഈ രാജ്യത്ത് ചരിത്രപരമായി
അത്തരമൊരു സംഭാവന നൽകിയ മഹത്തായ ഒരു ആദർശം കൂടിയാണ്. ഇത് ഇത്തരമൊരു സന്ദർഭത്തില് കേവലമായൊരു അവകാശവാദമല്ല എന്ന് അങ്ങേയറ്റത്തെ വിനയത്തോടുകൂടി ഞാൻ ഈ നാട്ടിലെ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളിപ്പോൾ ഒറ്റ ശ്വാസത്തിൽ അഖണ്ഡ ഇന്ത്യയെന്നും അഖണ്ഡ ഭാരതമെന്നും പറഞ്ഞു പോകുന്നുണ്ടല്ലോ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അങ്ങനെ ഒരു അഖണ്ഡത ഈ രാജ്യത്തിനുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു അഖണ്ഡത ഈ രാജ്യത്തിനുണ്ടായിരുന്നില്ല. ഈ രാജ്യത്തിന് അഖണ്ഡത ഉണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല, മനുഷ്യനെന്ന ഒരു പരികൽപ്പന പോലും ഈ രാജ്യത്തിനുണ്ടായിരുന്നില്ല എന്ന് അനേകം ചരിത്രകാരന്മാർ സാക്ഷ്യപ്പെടുത്തിയ ഒരു കാര്യമാണ്. മനുഷ്യനെന്ന ഒരു പരികൽപ്പന തന്നെ ഈ രാജ്യത്തുണ്ടായിരുന്നില്ല. മനുഷ്യനെന്ന പരികൽപ്പന എന്തുകൊണ്ടുണ്ടായില്ല എന്ന് ചോദിച്ചാൽ, ജാതീയതക്കാഴത്തിൽ വേരുകളുള്ള, അതിന് നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള, മനുഷ്യ ജീവിതത്തിന്റെ അംശകോശങ്ങളിലെല്ലാം അതിന് സ്വാധീനമുള്ള ലോകത്തിലെ അത്യപൂർവമായ ഒരു രാജ്യത്തിനാണ് നമ്മൾ ഇന്ത്യ എന്ന് പറയുന്നത്. ഇവിടെയുള്ളത് ബ്രാഹ്മണനായിരുന്നു, ഇവിടെയുള്ളത് വൈശ്യനായിരുന്നു, ഇവിടെയുള്ളത് ക്ഷത്രിയനായിരുന്നു, ഇവിടെയുള്ളത് ശൂദ്രനായിരുന്നു, ഇവിടെയുള്ളത് ഉന്നത ജാതിക്കാരും നീചജാതിക്കാരുമായിരുന്നു. അവർ ജീവിതത്തെയും ജീവിതത്തിന്റെ വ്യവഹാരങ്ങളെയും ജീവിതത്തിന്റെ കർമ്മങ്ങളെയും കർമ്മമണ്ഡലങ്ങളെയുമെല്ലാം ഈ കോണിലൂടെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അങ്ങനെയേ അവർ കാര്യങ്ങളെ നിർവചിച്ചിട്ടുള്ളൂ, അവർ ആവിഷ്കരിച്ചിട്ടുള്ളൂ. ഒരു നാടെന്ന്, ഒരൊറ്റ സംസ്കാരമെന്ന്, ഒരു രാജ്യമെന്ന്, നമ്മൾ വൈവിധ്യങ്ങളായിരിക്കെ തന്നെ നമ്മൾ മനുഷ്യരെന്ന്, നമുക്കൊരു പൊതുമണ്ഡലമെന്ന്, അങ്ങനെ ഒരു കാഴ്ചപ്പാടേ മുമ്പുണ്ടായിരുന്നില്ല. ആരാണ് ഈ രാജ്യത്തെ ഐക്യപ്പെടുത്തിയത്? ആരാണ് ഈ രാജ്യത്തിനൊരു പൊതുമണ്ഡലം ഉണ്ടാക്കിയത്? ആരാണ് ഈ രാജ്യത്തെ സർവ്വ മനുഷ്യരും, അവരേത് വിശ്വാസമാണെങ്കിലും ആശയമാണെങ്കിലും രാഷ്ട്രീയമാണെങ്കിലും അവരെവിടെ ജനിച്ചാലും ഏത് ഭാഷ സംസാരിച്ചാലും അവർ മനുഷ്യരാണെന്ന കാഴ്ചപ്പാട് പഠിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാൻ കഴിയും, ചരിത്രത്തിൽ ഈ രാജ്യത്തേക്ക് കടന്നു വന്ന ഇസ്ലാം എന്നൊരു ആദർശമാണ് മനുഷ്യനെന്നൊരു സങ്കല്പവും പരികൽപ്പനയും ഈ രാജ്യത്തിന് പകർന്നു കൊടുത്തത്. ചരിത്രത്തിൽ ഇസ്ലാമിന്റെ പങ്ക് എന്ന് പറയുന്ന എം എൻ റോയിയുടെ പ്രസിദ്ധമായ പുസ്തകമുണ്ട്. ആരാണ് എം എൻ റോയി എന്ന് ചോദിച്ചാൽ, ഈ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അടിത്തറയിടുന്നതിൽ നിർണായക പങ്ക് വഹിച്ച സൈദ്ധാന്തികനായ സാമൂഹിക പ്രവർത്തകനാണ് എം എൻ റോയി. അദ്ദേഹത്തിന്റെ ഏറെ പ്രസിദ്ധമായ പുസ്തകമാണത്. ആ പുസ്തകം ഉൾപ്പെടെ, ആ ഒരൊറ്റ പുസ്തകത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, അങ്ങനെ തുടങ്ങിയ അനേകം ചരിത്ര ഗവേഷണ ഗ്രന്ഥങ്ങളിൽ ഈ ആശയം നമുക്ക് കാണാൻ കഴിയും. ഈ രാജ്യത്തെ ഒരു രാജ്യമാക്കി, ഒരു സംസ്കാരമുള്ള രാജ്യമാക്കി, ഒരു നാഗരികതയുള്ള രാജ്യമാക്കി, മനുഷ്യനെന്ന ഒരു പരികൽപ്പനയുണ്ടാക്കി ഈ രാജ്യത്ത് ഇങ്ങനെ സംവിധാനിക്കുന്നതിൽ ഇസ്ലാം ഈ രാജ്യത്ത് ചരിത്രപരമായ പങ്കുവഹിച്ചിട്ടുണ്ട്. ഇതേ രാജ്യത്തിന്റെ ചരിത്രത്തിന്റെ മറ്റൊരു ഘട്ടത്തിൽ, ആ ചരിത്രത്തിന്റെ ഏറ്റവും തീഷ്ണമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ പുതിയ ഘട്ടത്തിലും ആത്മവിശ്വാസത്തോടുകൂടി ഞങ്ങൾ പറയട്ടെ, അതേ ഇസ്ലാമിന് ഈ രാജ്യത്ത് സാഹോദര്യം എന്നൊരാശയത്തിലൂടെ വീണ്ടും
എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന തൗഹീദ് എന്നൊരാശയം ഈ പ്രപഞ്ചത്തിൻ്റെ നാഥനേകനായതുകൊണ്ട് തന്നെ അവൻ്റെ സൃഷ്ടികളായ മുഴുവൻ മനുഷ്യരും ഏകരാണെന്ന സമാനതകളില്ലാത്തൊരു ഭാവനയാണ്, ഒരാശയമാണ് ഏകദൈവ വിശ്വാസം എന്നത്. അത്തരമൊരു ആശയത്തിനാണ് മനുഷ്യരെ ഏകീകരിക്കാൻ കഴിയുക എന്ന് ഈ രാജ്യത്തിൻ്റെ തന്നെ ചരിത്രാനുഭവങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് നമുക്ക് ബോധ്യപ്പെടും എന്ന കാര്യമാണ് വളരെ വിനയത്തോടുകൂടി ഞാൻ സൂചിപ്പിക്കുവാൻ ശ്രമിച്ചത്. ഈ സാഹചര്യത്തിൽ വളരെ പരീക്ഷണഘട്ടത്തിലൂടെ ഈ രാജ്യം കടന്നു പോകുമ്പോൾ ഇസ്ലാമിൻ്റെ ഈ വിമോചന സാധ്യതകളെക്കുറിച്ച് ഈ രാജ്യത്തോട്, രാജ്യത്തിലെ ജനങ്ങളോട് കൂടുതൽ സംസാരിക്കുവാൻ മുസ്ലിം സമുദായത്തിന് വലിയ ബാധ്യതയുണ്ട്, ഉത്തരവാദിത്തമുണ്ട് എന്നാണ് ഇസ്ലാമിക പ്രസ്ഥാനം വിശ്വസിക്കുന്ന കാര്യം, ആഹ്വാനം ചെയ്യുന്ന കാര്യം. ഇസ്ലാമിൻ്റെ വിമോചന സാധ്യതകളെക്കുറിച്ച്, അത് മനുഷ്യരുടെ ജീവിതത്തിലുണ്ടാക്കുന്ന അനേകം നന്മകളെക്കുറിച്ച്, അത് സാമൂഹിക ജീവിതത്തിലുണ്ടാക്കുന്ന പരിവർത്തനങ്ങളെക്കുറിച്ച്, അത് ഈ രാജ്യത്തിൻ്റെ പല മേഖലകളിലുണ്ടാക്കുന്ന നേട്ടങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസത്തോടുകൂടി, തുറന്ന മനസ്സോടുകൂടി നമ്മൾ ഈ രാജ്യത്തിലെ ജനങ്ങളോട് സംസാരിക്കേണ്ടിയിരിക്കുന്നു. ചരിത്രപരമായ ഈ ഉത്തരവാദിത്തം നിർവഹിച്ചവരാണ് ചരിത്രത്തിലെ പല ഘട്ടങ്ങളിലുമുള്ള മുസ്ലിങ്ങൾ, ഇസ്ലാമിക സംഘടനകൾ, മുസ്ലിം പണ്ഡിതന്മാർ, ഇമാമുമാർ, മുസ്ലിം കൂട്ടായ്മകൾ. ഈ രാജ്യവും നമ്മളും ചരിത്രത്തിലെ സവിശേഷമായ ഇത്തരമൊരു സന്നിഗ്ധ ഘട്ടത്തിൽ എത്തി നിൽക്കെ ഇസ്ലാമിനെ കുറിച്ച്, അതിൻ്റെ വിമോചന സാധ്യതകളെക്കുറിച്ച്, അതിൻ്റെ നന്മകളെക്കുറിച്ച്, അതിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച്, അതിൻ്റെ സുഗന്ധത്തെക്കുറിച്ച് ഈ രാജ്യത്തിലെ നിവാസികളോട് തുറന്ന മനസ്സോടുകൂടി സംസാരിക്കണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട്, ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.